എത്ര ബിസിനസ് ചെയ്ത് പാളിയിട്ടുണ്ട്? പാളിയിട്ടില്ല. ചെയ്തൊക്കെ സക്സസ്? ചെയ്തെല്ലാം സക്സസ്. ഓക്കെ. അപ്പം ഇപ്പൊ ചെയ്യുന്നത് ബിസിനസ് ആണോ അവിടെ? ഇപ്പൊ ഞാൻ റിട്ടയർഡാ. വയസ്സായി? 28 വയസ്സിൽ റിട്ടയർഡ് ആയോ? ഇനിയിപ്പോ ചില്ലടിച്ച് നമ്മുടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വൈബാണ്. മനുഷ്യൻ, ഡോഗ്, ഇതിൽ ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞ ഡോഗ്? അയ്യോ, അത് ചോദിച്ചു തീരുമൊന്നും വേണ്ട. നോ ക്വസ്റ്റ്യൻസ്. ഭയങ്കര സ്നേഹമുള്ള ജീവിയല്ലേ. നമ്മളോട് ഒരു സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് ഡോഗാണ്. ഇപ്പൊ ഞാനിപ്പോ അവിടെ വിളിച്ചു നോക്കുമ്പോ പുള്ളി ഫുഡൊന്നും കഴിക്കുന്നില്ല, വിഷമത്തിലാണ്, കാണാത്തതുകൊണ്ട്. മറ്റേ രണ്ടുപേരും ചില്ല. ഓക്കെ, ലെറ്റ് ഹിം കം. റോളക്സ് കിടക്കുന്നത് എന്റെ കാലിന്റെ അവിടെയാ, അത് ഡോറിനോട് ഫേസ് ചെയ്തിട്ടാ. ലിയോ കിടക്കുന്നത് കാലിന്റെ റൈറ്റ് സൈഡില്, എന്റെ കാലിന്റെ തൈസിൽ അവർക്ക് തല വെക്കാറ്. അതൊരു പ്രൊട്ടക്റ്റീവ് മോഡാ. അത് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഓക്കെയാണ്, തൊടത്തില്ല. അൻവിൻ ജോസ്, വെൽക്കം ടു ഷോ. നമസ്കാരം, താങ്ക് യു, വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട്. ഇതേപോലെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അൻവിനെ കുറിച്ച് അറിയൂ. എങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്, ആരാണ് ഈ അൻവിൻ എന്നറിയാൻ വേണ്ടിയിട്ട്. നിലമ്പൂരാ വീട്, മലപ്പുറം. പഠിച്ചതൊക്കെ അവിടെയാ. പിന്നെ UK കുടിയേറി അവിടെ അങ്ങനെ സെറ്റിലായി. ശ്രീലങ്ക വഴി ഒരു പോക്കായിരുന്നു. കുറച്ചു കാലം ശ്രീലങ്കയിലുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു? പഠിത്തം കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒരു 2 കൊല്ലത്തേക്ക് ജസ്റ്റ് കേരളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോ അങ്ങനെ മാറി നിന്നു. ഈ നാട്ടിൽ എന്താ പഠിച്ചേ? നാട്ടിലോട്ട് +2 വരെ പഠിച്ചിട്ടുണ്ട്. +2 പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം വന്നത്? സാഹചര്യം അങ്ങനെയാണല്ലോ, നമ്മള് +2 സ്കൂൾ ലൈഫിലൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം ആൾക്ക് വരുമല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യം ആ റൂട്ട് എടുത്തൊക്കെ പോയി. പിന്നെ വിചാരിച്ചു തിരിച്ചു വരണ്ട, പുറത്ത് കൂടാന്ന് വിചാരിച്ചു. അതായത് ഒളിച്ചോട്ടായിരുന്നു ഉദ്ദേശിച്ച? സത്യത്തില് ഡെഫിനറ്റ്ലി ഒളിച്ചോട്ടായിരുന്നു, അതിൽ ഡൗട്ടൊന്നും വേണ്ട. ഞങ്ങളിപ്പോ ഒളിച്ചോടാണെങ്കിൽ തൊട്ടപ്പുറത്തെ ജില്ലയോ? ഞാൻ അങ്ങനെ ഒളിച്ചോടിയതല്ല. ഇപ്പൊ ശ്രീലങ്ക ആയതുകൊണ്ട് നമ്മുടെ ഡിസിഷൻ തെറ്റാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാമല്ലോ. അതായത് ഇവിടുന്ന് നമ്മുടെ സീ വേസ് ആണ് 33 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഫ്ലൈ ചെയ്യാനാണെങ്കിൽ 1 മണിക്കൂറുള്ളൂ, 50 മിനിറ്റ് എങ്ങാണ്ട്. അപ്പോൾ ഡിസിഷൻ തെറ്റാണെങ്കിൽ ആകെ 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരാം. അപ്പൊ അങ്ങനെ പോയി. പിന്നെ ഓക്കെ ആയി ഒറ്റയ്ക്ക് നിൽക്കാൻ. പിന്നെ വിചാരിച്ചു അവിടുന്ന് UK മാറാം, അങ്ങനെ മാറിയതാ. അപ്പൊ ശ്രീലങ്കയിൽ എന്താ പഠിച്ചേ, അല്ലെങ്കിൽ എന്താ ചെയ്തോണ്ടിരുന്നത്? ശ്രീലങ്കയിൽ ഫ്രണ്ട് കൊണ്ട് പഠിച്ചതാ. അവനവിടെ പഠിക്കുകയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ ചില്ലടിക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ വന്നിട്ട് ഒരു 8 ദിവസം കഴിഞ്ഞപ്പം ആശാൻ തിരിച്ചു വന്നു. ഞാൻ പിന്നെ അവിടെ പെട്ടുപോയി. പിന്നെ 2 കൊല്ലം അവിടെ തന്നെ പഠിച്ചത്. അവിടെ ഞാൻ കൺസ്ട്രക്ഷൻ സിവില് പഠിച്ചോണ്ടിരുന്നത്. അത് തന്നെ കണ്ടിന്യൂഷൻ UK-ലും. അത് കഴിഞ്ഞ് നമ്മൾ UK-ലെത്തി. UK-ല് എങ്ങനെയാ കോഴ്സ്? സെയിം കോഴ്സ് തന്നെ? സെയിം ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയും. അതൊരു നമ്മുടെ ബിൽഡിംഗ്സിന്റെ ഒക്കെ ഒരു ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കോസ്റ്റ് എസ്റ്റിമേഷൻ റൂട്ടാ. അത് പഠിച്ചു കഴിഞ്ഞു. ബർമിംഗ്ഹാമിലൊക്കെ പഠിച്ചേ, യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമില് അവിടെ പഠിച്ചിറങ്ങി. പിന്നെ പണിക്കൊന്നും പോയില്ല. ഇപ്പൊ നമ്മള് UK-ല് പോകുന്ന എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നാട്ടിലെ കാട്ടി ഇപ്പൊ എല്ലാവരും UK-ലല്ലേ പുറത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ പാർട്ട് ടൈം ജോലി അത് എടുത്ത് പഠിക്കായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ UK ലൈഫ്? എങ്ങനെയാണ് തുടക്ക സമയത്ത്? ആ ഒരു ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പത്തെ പോലെ ഒരു സെറ്റപ്പ് അല്ല. ഇത്രയും ആൾക്കാർ, അന്ന് കടകൾ കുറവാ, വർക്ക് ചെയ്യാനുള്ള സ്പേസ് കുറവാ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഞാൻ കോൺഫിഡൻ്റാ ഒരെണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ. ഒരാൾ വിചാരിച്ചു ഇപ്പം ഒരാൾ ഇവിടെ നിന്ന് വന്നു, അങ്ങോട്ട് എത്തിപ്പെട്ടു, ജോലി ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ പോസിബിൾ ആണ്. ശ്രമിക്കാത്തവര് പറ്റത്തില്ലല്ലോ, വെറുതെ വീട്ടിലിരിക്കേണ്ടി വരും, കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ശ്രമിച്ചു, ഞാൻ നന്നായിട്ട് ശ്രമിച്ചു. ഞാനും സബ്വേയിലൊക്കെ ആയിട്ട് പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മുതലാളി നല്ലൊരു മനുഷ്യനായിരുന്നു. മുതലാളിയായിട്ട് നല്ല സപ്പോർട്ടൊക്കെ തന്ന് പഠിത്തമെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത് ശരിയാകത്തില്ല, എന്തെങ്കിലും ഒന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കോവിഡിനൊക്കെ കുറച്ചു കാലം മുന്നേ ഡിസൈഡ് ചെയ്തു, ഇനി വർക്കല്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ തുടങ്ങിയതാ. അപ്പം ഇപ്പൊ ചെയ്യുന്നത് ബിസിനസ് ആണോ അവിടെ? ഇപ്പൊ ഞാൻ റിട്ടയർഡാ. വയസ്സായി? 28 വയസ്സിൽ റിട്ടയർഡ് ആയോ? ഇനിയിപ്പോ ചില്ലടിച്ച് നമ്മുടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വൈബാണ്. ഒത്തിരി പേര് ഇങ്ങനെ ആഗ്രഹിക്കട്ടെ 28-ാം വയസ്സിൽ വൈബ് അടിച്ച് നടക്കുക, അല്ലെങ്കിൽ അധികം പ്രഷർ കാര്യങ്ങളൊന്നും തലക്ക് വെക്കാതെ. പ്രഷറുണ്ട്, ഇല്ലാതെ പറയത്തില്ല. അപ്പം എല്ലാം മാനേജ് ചെയ്യുന്നത് ഓട്ടോമേറ്റഡാ. കമ്പനീസും ബിസിനസ് എല്ലാം ഓട്ടോമേറ്റഡാ, ആൾക്കാരും ഉണ്ട് മാനേജ് ചെയ്യാൻ. ഞാൻ അങ്ങനെ പോയി തലയിടത്തില്ല, അവര് കറക്റ്റായിട്ട് മാനേജ് ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ജീവിച്ചു പോകുന്നു. എനിക്കിപ്പോ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്.
അതാ പറഞ്ഞ കഷ്ടപ്പെട്ടാൽ മാത്രം ഇഷ്ടപ്പെട്ട രീതി പോകത്തുള്ളല്ലോ. അപ്പം കുറച്ചു കാലം കഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മളെപ്പോഴും UK പോകുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടാണോ, അല്ലെങ്കിൽ ഇത്ര കാറുകൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ ബ്ലോഗ്സിലൂടെ ആ ഒരു ചില 30 സെക്കൻഡിൽ കാണുകയാണ്. പോഷ് ആയിട്ടുള്ള ലൈഫാണ് നമ്മൾ ഓൾറെഡി നമ്മൾ വിചാരിക്കും. ഇതിന് പുറകെ ഒരു ഹാർഡ് വർക്കിംഗ് ഉണ്ടോ? അതായത് ഇപ്പം നമ്മൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ്സിങ്? നമുക്കിത് ബിൽഡ് ചെയ്യണമെങ്കിൽ ബ്രിക്ക് ബൈ ബ്രിക്കേ പറ്റൂ, അല്ലാതെ ഓവർനൈറ്റ് ഒരു സക്സസ് എന്തായാലും ഇല്ലല്ലോ. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി തന്നെ കഷ്ടപ്പെട്ടാ വന്നേ, ഓരോ പൊസിഷനായിട്ട് ഉണ്ടാക്കി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുമ്പോൾ ഈസിയാണ് സംഭവം. നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുതലാണ്. അത് ഞാൻ എൻ്റെ റീൽസിൽ ഇടയ്ക്കിടയ്ക്ക് പറയും. എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ചെയ്താൽ, കാരണം ഞാൻ പറഞ്ഞത് പേരിലൊരാൾ ചെയ്ത് തോറ്റുപോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ട് തോറ്റുപോയതാവും. അതിനേക്കാളും നല്ലത് നമുക്ക് പറ്റുന്ന രീതി മോട്ടിവേറ്റ് ചെയ്യുക. ഞാനതാണ് ഉദ്ദേശിച്ചത്. റീൽസിലെല്ലാം അങ്ങനത്തെ ഒരു ഉദ്ദേശം. ഇപ്പൊ എൻ്റെ കമ്പനിയുടെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു ഹിന്റ് പോലെ. അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങളിപ്പോൾ ഒരു വലിയ ടീം തന്നെ ഉണ്ട് അവിടെ, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ. ഡൂയിങ് വെരി ഗുഡ്. അപ്പം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എന്നാൽ പിന്നെ ഡയറക്റ്റായിട്ട് പറയാനും പറ്റത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ, എന്തായാലും റീൽസിൽ കൂടെ തന്നെ ഇങ്ങനെ കാണിച്ചു പോവാം. അത് ആരെങ്കിലും ഒക്കെ ചോദിച്ചു വരുമ്പോൾ പറഞ്ഞു കൊടുക്കാമല്ലോ എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. അതായത് എന്തോരം ജനങ്ങളായി ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം. എല്ലാം ചെയ്തു. എന്തൊക്കെ ട്രൈ ചെയ്തു? ഇപ്പൊ ബിസിനസ് ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. നാട്ടിൽ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ നമുക്ക് തുടങ്ങാനും പറ്റില്ല. UK പോലത്തെ സ്ഥലത്തൊരു ഈ പറഞ്ഞൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ കയ്യിലൊരു ബാക്കപ്പ് വേണം. ഇതെങ്ങനെ പറ്റുന്നു? അല്ലെങ്കിൽ അത് ഒത്തിരി ബിസിനസ് ചെയ്ത് അവസാനം അതിൽ നിന്ന് ഏണിങ്സ് കൊണ്ടാണോ ഈ ബിസിനസ്? ആ ഒരു കോൺസെപ്റ്റ് എന്തായാലും മാറ്റണം. അതായത് 5 പൈസ വേണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരാളെ കൺവിൻസ് ചെയ്തോ ഒരു സെയിൽസ് നടക്കണമെങ്കിൽ, ഇപ്പോൾ A to B സെയിൽസ് നടക്കണമെങ്കിൽ നമ്മൾ നടുക്ക് കയറി നിന്നാൽ മതി. നമ്മൾ കമ്മീഷൻ പിടിച്ച് തേർഡ് പാർട്ടി കളിച്ച് ഇപ്പം വേറൊരാളുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടു കൊടുത്ത് അതിന് നടുക്കുന്നൊരു കമ്മീഷൻ പിടിച്ച് അങ്ങനെയും പൈസ ഉണ്ട്. നമുക്ക് പൈസ വേണമെന്നില്ല, ഒരു വിഷൻ വേണം, ഒരു പ്രോപ്പർ പ്ലാൻ വേണം. അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാം. അതാണ് അതിന്റെ ഒരു രസം. അതെ. എത്ര ബിസിനസ് ചെയ്ത് പാളിയിട്ടില്ല. ചെയ്തെല്ലാം സക്സസ്. പാളത്തില്ല. പാളാതിരിക്കാനുള്ള ഹോംവർക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ ഇറങ്ങുള്ളൂ. അത് ടച്ച് വുഡ് പാളാതിരിക്കട്ടെ ഇതൊന്നും. പക്ഷേ ഇതുവരെ ഒന്നും പാളിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ബിസിനസ് ചെയ്ത് എനിക്കൊന്ന് ബിസിനസ്മാൻ്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ അൻവി തന്നെ സ്വയം നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊരു പ്ലസ് പോയിന്റ് പറയുകയാണെങ്കിൽ എന്താണ് ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ അൻവിന്റെ ഒരു പ്രത്യേകത? എന്റെ പ്രത്യേകത, ഞാൻ ബാക്കിയുള്ള ഈ ആൾക്കാരെ പോലെ ഭയങ്കര ഹാർഡ് വർക്കർ അല്ല. ഞാൻ രാവിലെ എണീറ്റ് മെയിൽസ് ചെക്ക് ചെയ്ത് അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഒന്നും എനിക്കില്ല. ഞാനൊരു 10-11 മണി ആകുമ്പോൾ എണീക്കുള്ളൂ. ഞാൻ എൻ്റെ കൂടെ അവന്മാർ കിടന്നുറങ്ങുന്നുണ്ടാവും. ഞങ്ങൾ ആദ്യം ആരും എണീക്കുന്ന ഒരു മത്സരമാണത്. എന്നിട്ടൊക്കെ ഞങ്ങൾ എണീക്കുള്ളൂ. എനിക്കിന്റെ ചായ കിട്ടണം, അത് ആരെങ്കിലും കൊണ്ടിട്ട് തരും. അതൊക്കെ ചില്ലടിച്ച് പതുക്കെ ഒരു 2 മണി 3 മണിയൊക്കെ ആവാണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങത്തില്ല. ഒന്നാമത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ടേ പോകത്തില്ല. അപ്പം അതൊക്കെ വെച്ച് നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ മീറ്റിംഗ്സ് ആയാൽ പോലും ഞാൻ മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്ത് 3 മണിക്കാണ്. സാധാരണ എല്ലാവരും മീറ്റിംഗ് ഷെഡ്യൂൾ 9 മണിക്കാണ്. ഞാൻ എണീറ്റ് എന്റെ സൗകര്യം അനുസരിച്ച് മാത്രമേ മീറ്റിങ്ങിന് പോകത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് വേറൊരു സംഭവം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടേ. അല്ലാതെ വേറൊരു സംഭവത്തിന് വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോകത്തില്ലേ? നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യും? ഈ ഡോഗിന് ഇത്ര ഇഷ്ടമുള്ള ഒരു കാരണം എന്താ? അങ്ങനെ എന്താ പറയാ, അത് വളരെ സിമ്പിൾ ആയിട്ട് പറയാലോ. നമുക്ക് ലോയൽറ്റി, അതൊരു ഡോഗിന്റെ അത്രയുള്ളൊരു സംഭവം വേറെ ഇല്ല. ഇപ്പൊ പൂച്ച വളർത്തി കഴിഞ്ഞാൽ ഇതില്ലാകത്തില്ല, പൂച്ച ഇറങ്ങി പോകും സൗകര്യത്തിന്. ഇത് 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടം. ഇനി ആഡ് ചെയ്യും, അഡീഷൻസ് ഡെഫിനറ്റ്ലി ആയിട്ടും ഉണ്ടാവും. അത് ഓരോ ആൾക്കാർ ഗ്രോ ചെയ്ത് ഓരോ സ്റ്റേജിൽ എത്തുമ്പോൾ അടുത്ത ആളെ ആഡ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ വളർത്തുന്ന ഭയങ്കര സ്നേഹമുള്ള ജീവിയല്ലേ. നമ്മളോട് ഒരു സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് ഡോഗാണ്. അപ്പൊ പിന്നെ ചതിക്കത്തില്ല, മനുഷ്യന്മാരെ ചതിക്കും. മനുഷ്യൻ ഡോഗ് ഇതിൽ ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞ ഡോഗ്, അയ്യോ അത് ചോദിച്ചു തീരുമൊന്നും വേണ്ട. നോ ക്വസ്റ്റ്യൻസ്. അതങ്ങനെയാണ്, അതിന് താല്പര്യം അങ്ങനെയാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാനും ഡോഗ്സുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളക്സ് ആയിട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. കറക്റ്റ് എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാനിപ്പോ അവിടെ വിളിച്ചു നോക്കുമ്പോൾ പുള്ളി ഫുഡൊന്നും കഴിക്കുന്നില്ല, വിഷമത്തിലാണ്, കാണാത്തതുകൊണ്ട്. മറ്റേ 2 പേര് ചില്ല. ഓക്കെ, ലെറ്റ് ഹിം കം വൺസ്, എപ്പോഴേലും വരട്ടെ. ആ ഒരു സ്കീമാ. റോളക്സിന് മാത്രമേ ഒരു
പ്രശ്നമുള്ളൂ. കാരണം ഫസ്റ്റ് അതാവനാ, ഇപ്പൊ ഞാൻ വളർത്തിയ രീതി അങ്ങനെയാ. പുള്ളിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മള് ഏത് ഡ്രസ്സ് ഇടുന്നു അതൊക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും, എപ്പോ വരും തിരിച്ചു പോകുന്നുള്ളത്. പെട്ടി പാക്ക് ചെയ്താൽ വേറെ പ്രശ്നം, അപ്പൊ കൂട്ടത്തിൽ ഇറങ്ങും. എവിടെ ഇറങ്ങി കഴിഞ്ഞാലും അപ്പൊ വണ്ടി കയറി ഇരിക്കണം. ഞാനാണെങ്കിൽ ഒരുവിധം എല്ലായിടത്തും കൊണ്ടുപോകും. 95% എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. ഇപ്പം റോളക്സ് ആദ്യം റോളക്സ് അല്ലേ വരുന്നത്, അതിനുശേഷം രണ്ടുപേരും വരുന്നത്. അപ്പൊ എന്തായാലും ഫീലിംഗ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഡോഗ്, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ആണല്ലോ. ഇവർ രണ്ടുപേരും വന്ന സമയത്ത് എന്തായിരുന്നു റോളക്സിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? റോളക്സ് എന്നോട് എന്തിനീ ചതി ചെയ്യുന്ന രീതിയില് സംഭവം. റോളക്സ് ഹ്യൂജാ, റോളക്സ് പ്രസക്കനേരിയ, അത് വൺ ഓഫ് ദ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് ഡോഗാ. പക്ഷെ അവന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു പഗ്ഗ ആള്. അതായത് കടിക്കാൻ അറിയത്തില്ല. നമ്മളൊരു ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും പൊളിച്ചൊക്കെ അത് കഴിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ആ ഒരു രീതിയാണ്. ഇപ്പൊ രണ്ടാമത്തെ ആൾ വന്നപ്പോൾ രണ്ടാമത്തെ ആൾ ഭയങ്കര ആക്റ്റീവാ. അതായത് അതിനെ പിടിച്ചാൽ കിട്ടത്തില്ല. അവൻ അങ്ങനെ ഓടിച്ച് കളിച്ച് നടന്ന് കൗച്ചിന്റെ മണ്ടയ്ക്ക് ഇപ്പൊ ലൈറ്റിന്റെ ഒക്കെ റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ കയറി അങ്ങനത്തെ. റോളക്സ് എന്ന് പറഞ്ഞാൽ കാമൻ ചില്ലായിട്ട് ഒരു കൗച്ചിന്റെ മൂലയ്ക്ക് ഉണ്ടാവും. ഞാൻ എവിടെ പോയാലുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന ഇവിടെ ഉണ്ട്, ഞാൻ മേലോ പോയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ അവിടെ വരും. അങ്ങനത്തെ ഒരാളാണ്. അവനോട് ഞാൻ ചെയ്ത വലിയൊരു ചതിയാണ് മൂന്നാമത്തെ ഞാൻ കൊണ്ടുവച്ചത്. കാരണം അവരോട് കളിക്കാൻ പോകുമ്പോൾ അവര് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ആള് ഗുഡാണ്, ഹൈലി ട്രെയിൻഡാ എല്ലാരും. മൂന്നാമത്തെ ആള് ട്രെയിൻഡ് അല്ല, ട്രെയിനിങ്ങിന് വിടണം. കാലിന് ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങളത് അതൊന്ന് റിക്കവർ ചെയ്യിപ്പിച്ചിട്ട് വേണം.